ഓടി നടക്കുന്ന ഹേ മനുഷ്യ, നിന്റെ ജടികമായ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ എന്തെല്ലാമാണ് ചെയ്യുന്നത്? നാശത്തിന്റെ പടിപുടിയിലേക്ക് നീ നിവദിക്കുന്നില്ലേ? നിന്റെ താളം തെറ്റിയ ജീവിതത്തിൽ നിന്നും, ജടികമായ സുഖഭോഗങ്ങളിൽ നിന്നും, പിശാചിന്റെ അടിമത്തത്തിലേക്ക് വളരുന്ന നിന്നിലേക്ക് തന്നെ നീ ഒരു നിമിഷം തിരിഞ്ഞു. ഈ ലോകത്തിൽ നീ എന്തെല്ലാം വെട്ടിപ്പിടിച്ചാൽ നിങ്ങളെയും തേടി വരും. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്യും, നോക്കട്ടെ. അങ്ങനെ വരാൻ കഴിയില്ലല്ലോ. തറവാട്ട് അനുസരിച്ച് എന്റെ പേര് ആദ്യത്തെ ലിസ്റ്റിൽ വരേണ്ടതാ. അതെങ്ങനെയാ? ജീവിച്ചിരിക്കുമ്പോ കെട്ടിയോ നിന്റെ ഒരു സ്നേഹായിരുന്നു. 5-6 കൊല്ലം മുമ്പ് അധ്യായം ഇങ്ങോട്ട് പോന്നേ, ഒരു സീറ്റ് പിടിച്ചു വെക്കാം. ഞാനങ്ങോട്ട് ചെല്ലട്ടെ, ആദ്യാന അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. മോനെ പത്രോസേ, എന്റെ പേരൊന്നും കൂടി സൂക്ഷിച്ചു നോക്കി. അതിന് മരിച്ച സംസ്കാരം കഴിഞ്ഞാല് ഈ കമ്പ്യൂട്ടറിലേക്ക് പേര് വരും. അത് ശരി, എന്നാ വെയിറ്റ് ചെയ്യാം. എവിടുന്ന? ഞാൻ ആനമുട്ടിൽ തോമസിന്റെ ഭാര്യ ആലിസ്. ആനമുട്ടിൽ തോമസ്? മോനെന്താ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങോട്ട് പോരാൻ? ഞാനും എന്റെ ചേട്ടനും ഒരു കാർ അപകടത്തിൽ ഞാൻ തൽക്ഷണം മരിച്ചു. എന്റെ ചേട്ടൻ രക്ഷപ്പെട്ടു. അയ്യോ, കഷ്ടായി പോയി. ഞാൻ പോട്ടെ. നേരെ അങ്ങ് പോവാണോ? ആ പത്രോസിന്റെ അടുത്ത് ചെന്ന് പാസ് എടുത്തിട്ട് ആനമുട്ടിൽ തോമസ് ഭാര്യ
സഹായിക്കുകയും ചെയ്ത നിനക്ക് നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. പോയിക്കൊള്ളുക. പരിപാടികളൊന്നും കഴിഞ്ഞിട്ടുണ്ടായില്ല. അമേരിക്കയിൽ ജ്യൂസും ടീറ്റി കാണില്ലേ, അതാണ് ഇത്ര താമസം. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. തള്ളയുടെ കഴുത്തിലാണെങ്കിൽ 10-12 പവന്റെ താലിമാല. അത് പൊട്ടിക്കാൻ കഴുത്തിലേക്ക് കൈവച്ചതും എന്തോ ഒരു സാധനം എടുത്ത് ആ തള്ളന്റെ തലയിലോട്ട്. കൊറേ നാള് കഴിഞ്ഞ് ഈ കുറിവ് അടയാളാക്കി പോലീസ് പൊക്കി ലോക്കപ്പെട്ട് ഇടിച്ചിടിച്ച് അതുവരെ നടന്ന എല്ലാ കളവ് കേസും എന്റെ പേരിലാക്കി. മർമ്മത്ത് കിട്ടിയ ഒരൊറ്റയിടമോ ഞാൻ ലോക്കപ്പിൽ കിടന്ന് പെടഞ്ഞ് വലിച്ചു. നല്ലൊരു മനുഷ്യനെ പോലീസുകാരെ ലോക്കപ്പിലിട്ട് ഇടിച്ചു കൊന്നെന്ന് പറഞ്ഞേ രാഷ്ട്രീയക്കാരൊക്കെ ഇപ്പൊ ഭയങ്കര സമരത്തിലാ. അമ്പടാ, അപ്പൊ നീയാണ് എന്റെ വീട്ടിൽ കയറി 40,000 രൂപ കട്ടത് അല്ലേ? നിനക്ക് എന്റെ താലിമാല വേണോ? അല്ലടാ താക്കത്തിൽ അവരാൻ മകൻ റബ്ബായി ഞാനാണ്. നിങ്ങൾക്ക് നരകത്തിലേക്ക് പോകാം. നരകത്തിലേക്കാ? അല്ലടാ, സ്വർഗത്തിലേക്ക്. നിങ്ങൾ കൊല്ലുകയും അസൂയപ്പെടുകയും ചെയ്യും. ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണ്. വഞ്ചിച്ചും കലഹിച്ചും മോഷ്ടിച്ചും സ്വാർത്ഥമതികളായവർക്ക്
കാര്യത്തിൽ ഇവിടെ നിന്നെതിരുകണം. മരിക്കുമ്പോഴാണ് നിങ്ങൾ നിത്യജീവിതത്തിലേക്ക് ജനിക്കുന്നത്, പ്രവേശിക്കുന്നത്. പിന്നെ രണ്ട് മാലാഖമാര് വന്ന് ആനയിച്ചു കൊണ്ടുപോയി ചെയ്തല്ലോ. എന്താ കാര്യം? ഏട്ടത്തി, ഇങ്ങനെ പല കുട്ടികളും ഇവിടെ വരാറുണ്ട്. പല അച്ഛനമ്മമാരുടെയും ക്രൂര കൃത്യങ്ങളാൽ ജനിച്ചു ജനിക്കാതെയും കൊല ചെയ്യപ്പെടുന്ന കുരുന്നു. അവർ ദൈവതുല്യരാണ്. പിതാവായ ദൈവത്തിന്റെ ഓരോ അംശങ്ങളാണ്. അവർക്കുള്ള സ്ഥലം വെറും സ്വർഗമല്ല, ദൈവസന്നിധിയാണ്. ദൈവത്തെ കാണുന്നതും ഈ ആത്മാക്കളെ കാണുന്നതും ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റ് നിന്ന് വണങ്ങിയത്. അങ്ങനെ ചെയ്യുന്ന മാതാപിതാക്കൾ എന്തെല്ലാം സൽകൃത്യങ്ങൾ ചെയ്താൽ അവരുടെ ആത്മാക്കൾക്കുള്ള ഇടം നരകമാണ്. എന്റെ ജോസൂട്ടി, നിന്റെ കാര്യം കട്ട പോകാം. ഇന്നിവിടെ വല്ല സമരമോ ധർമ്മയോ ഉണ്ടോ? എന്താ കാര്യം? 3-4 പേര് ഒന്നിച്ചിങ്ങോട്ട് കയറി വരുന്നു. എന്തു പറ്റി? എല്ലാവരും ഒന്നിച്ചിങ്ങോട്ട്. ഞങ്ങൾ ഒന്നിച്ചു മരിച്ചു. ഇത് എന്റെ ഭാര്യ, ഇത് ഞങ്ങളുടെ മക്കൾ. ഇതെങ്ങനെ ഒന്നിച്ചു കളിക്കണേ? വല്ല സുനാമിയാണോ അതോ ഭൂമി കുലുക്കോ? ഞാൻ ഒരു കർഷകനാണ്. കടം വന്ന് കാട് കയറി കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അഭിമാനം എന്നെ വേട്ടിയാടി. 2 മക്കളെ കിടത്തിലിട്ട് കൊന്ന്
ഞങ്ങളും ആത്മഹത്യ ചെയ്തു. ആഹാ, ഇതൊക്കെ നന്നായി. ഈ കുട്ടിയോടെ കൊല്ലണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. അതെങ്ങനെയാ? ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണേ. അപ്പുറത്തെ വീട്ടില് ഫ്രിഡ്ജ് വാങ്ങി, അപ്പത്തെ ഇവിടെയും വാങ്ങി. അവിടെ കാറ് വാങ്ങി, അപ്പത്തെ ഇവിടെയും വാങ്ങി. ദേ അവിടെ 2 നില. മോശാവാൻ പറ്റൂ? അപ്പ ഇവിടെ 3 നില. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആലോചിക്കണേ. പാറേക്കാട്ട് രാഘവൻ മകൻ നിതീഷ്, മകൾ നിധി, നിരപരാധികളും നിഷ്കളങ്കരുമായ കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകാം. പാറേക്കാട്ട് രാഘവൻ, ഭാര്യ ലതിക, നിങ്ങൾ ധനത്തിന്റെയും സുഖഭോഗങ്ങളുടെയും കൂടെ സഞ്ചരിച്ചു. തിന്നും കുടിച്ചും സുഖിക്കണമെന്ന ചിന്ത മാത്രം. അതിനിടയിൽ മരണത്തെക്കുറിച്ചോ വലിയ ആത്മാവിനെ കുറിച്ചോ നീ ഓർത്തില്ല. മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നു എന്ന ദൈവവചനം ശ്രവിക്കാതെ നീ തിരഞ്ഞെടുത്തത് തിന്മയുടെ അന്ധതയാണ്. പോകൂ. അല്ല പത്രോസേ, ഹിന്ദുക്കൾക്ക് ഇവിടെ പ്രവേശനമുണ്ടോ? എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. ഇവിടെ നന്മയും തിന്മയും എന്ന വേർതിരിവ് മാത്രമേ ഉള്ളൂ. എല്ലാവരും എത്തിച്ചേരും. ദൈവം മാനവ വംശത്തിനായി ഒരുക്കിയിരിക്കുന്നു നിത്യാനന്ദ ഇടമാണ് സ്വർഗം. ഹോ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരുണ്ടോ ഇതൊക്കെ അറിയുന്നു? ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ തല്ലും വഴക്കും. ആ, മരിച്ചു കഴിഞ്ഞ് ഇവിടെ വരുമ്പോ മനസ്സിലാവും. ഞാൻ വന്നിട്ട് എത്ര നേരായി. എന്റെ പേര് ഒന്നുകൂടി തപ്പി നോക്കിയേ പോണേ. ട്രേസ്യ ചേട്ടത്തി, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത കൊച്ചു കൊച്ചു പാപങ്ങളുടെ ഫലമാണ് നിങ്ങളുടെ പേര് അവസാന വിധിയുടെ കണക്ക് പുസ്തകത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പാപങ്ങൾ നിങ്ങളിൽ നിന്നും നീക്കം ചെയ്ത് ശുദ്ധീകരണ സ്ഥലത്താണ് നിങ്ങൾ. ഇവിടുത്തെ കണക്ക് പുസ്തകത്തിൽ എന്റെ പേര് വരാൻ ഞാനിനി എന്ത് ചെയ്യണം? നിരന്തരമായ പ്രാർത്ഥന മാത്രമാണ് അതിനുള്ള പ്രഭുത്വം. പക്ഷേ നിങ്ങളത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന സമയത്ത് ചെയ്തില്ല. ഇനി അതിന് കഴിയുകയും. അതുകൊണ്ട് നിങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കും, സ്ഥിരമായ ഒരിടം ലഭിക്കും, ശുദ്ധീകരണ സ്ഥലത്ത് കിടന്ന് വിലപിക്കും.
കിടന്ന് വേദനയും പേരും അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന ആത്മാക്കൾ സ്വർഗരാജ്യത്തിലെ നിത്യസൗഭാഗ്യം സമാധാനവും അനുഭവിക്കാൻ ശുദ്ധീകരണ സ്ഥലത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആത്മാക്കൾക്ക് മോചനമില്ല. മകളെ മകളെ ത്രേസ്യ ത്രേസ്യ ത്രേസ്യ, നിനക്ക് ശുദ്ധീകരണ സ്ഥലത്ത് നിന്നും മോചനം ലഭിച്ചിരിക്കുന്നു. നിന്റെ മക്കളുടെയും ബന്ധുമിത്രാദികളുടെയും വർഷങ്ങളോളം നിനക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥന മൂലം നിനക്ക് മോക്ഷം ലഭിച്ചിരിക്കുന്നു. സന്തോഷത്തോടെ എൻ്റെ പിതാവ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. എൻ്റെ പ്രിയ മക്കളെ, ജടികമായി ജീവിക്കുന്നവർ ജടിക കാര്യങ്ങളിൽ മനസ്സുവയ്ക്കുന്നു. ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിലും മനസ്സുവയ്ക്കുന്നു. ജടികാഭിലാഷം മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയാഭിലാഷങ്ങൾ നിത്യജീവനിലേക്ക് സമാധാനത്തിലേക്ക്. മനുഷ്യജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. ഒടുങ്ങാത്ത നിക്ഷേപം സ്വർഗത്തിൽ സംഭരിച്ചു വയ്ക്കും. സ്നേഹത്തെ പുലിയാൻ മാത്രമേ തിന്മയെ ജയിക്കാൻ